എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ BSc നഴ്സിംഗ് കോഴ്സിന്റെ സ്പോട്ട് അലോട്ട്മെന്റ് നാളെ LBSന്റെ എല്ലാ ഡിസ്ട്രിക്ട്സിലെയും ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ വെച്ച് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള കാൻഡിഡേറ്റ് രാവിലെ 10:30 മുമ്പായിട്ട് തന്നെ LBSന്റെ ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ എത്തി സ്പോട്ടിന് വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സ്പോട്ട് അലോട്ട്മെന്റ് രാവിലെ 11 മണിക്ക് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അലോട്ട്മെന്റ് കിട്ടിയ കാൻഡിഡേറ്റ്സ് കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം. സ്പോട്ട് അലോട്ട്മെന്റിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. സ്പോട്ട് അലോട്ട്മെന്റ് നാളെ LBSന്റെ എല്ലാ ജില്ലയിലെയും ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ വെച്ച് കണ്ടക്ട് ചെയ്യും. ഇത് BSc നഴ്സിംഗിന് വേണ്ടിയുള്ള മാത്രം സ്പോട്ട് അലോട്ട്മെന്റ് ആണ്. പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾക്കുള്ള അലോട്ട്മെന്റ് പിന്നീട് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ നേരത്തെ പറഞ്ഞതുപോലെ 10:30 മുമ്പായിട്ട് തന്നെ സ്പോട്ടിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വന്ന് രജിസ്റ്റർ ചെയ്യുക. കോളേജിൽ ജോയിൻ ചെയ്തവർക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ NOC വേണം. റാങ്ക് ലിസ്റ്റിലുള്ളവർക്കാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ അലോട്ട്മെന്റ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ഏത് ഫെസിലിറ്റേഷൻ സെന്റേഴ്സിലാണ് നിൽക്കുന്നത് ആ ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ ടോക്കൺ ഫീസ് അടയ്ക്കണം. ടോക്കൺ ഫീസ് SC, ST, OEC അല്ലെങ്കിൽ ചിൽഡ്രൻ ഓഫ് ഫിഷർമാൻ അങ്ങനെയുള്ളവർക്ക് 1000 രൂപയും ബാക്കിയുള്ളവർക്കെല്ലാം 25,000 രൂപയുമാണ്. അലോട്ട്മെന്റ് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾ നിൽക്കുന്ന LBS സെന്റർ ഏതാണോ അവിടെ തന്നെ ആ ടോക്കൺ ഫീസ് അടയ്ക്കണം. സീറ്റ് വേക്കൻസിയുടെ ഇൻഫർമേഷനൊക്കെ LBSന്റെ ഒഫീഷ്യൽ സൈറ്റിലും പിന്നെ ഫെസിലിറ്റേഷൻ സെന്റേഴ്സിലും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുത്ത് അലോട്ട്മെന്റ് ലഭിക്കുകയും ടോക്കൺ ഫീ കൊടുക്കുകയും ചെയ്ത ശേഷം കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാത്തവരുടെ ടോക്കൺ ഫീ തിരികെ ലഭിക്കുന്നതല്ല. ആയതിനാൽ പ്രവേശനം തേടാൻ താല്പര്യമുള്ളവർ മാത്രം ഈ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കുക. പിന്നെ അലോട്ട്മെന്റ് ലഭിക്കുന്നവർ മുമ്പ് ഫീസ് അടച്ചിട്ടില്ലാത്തവർ ടോക്കൺ ഫീസ് 25,000 രൂപയും പിന്നെ SC, ST, OEC, ചിൽഡ്രൻ ഓഫ് ഫിഷർമാൻ വിഭാഗക്കാർ 1000 രൂപയുമാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയ ഉടൻ തന്നെ LBS ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ പേ ചെയ്യേണ്ടതാണ്. അലോട്ട്മെന്റ് ലഭിക്കുന്നവർ അലോട്ട്മെന്റ് മെമ്മോയും ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയ കോളേജുകളിൽ നവംബർ 20-ാം തീയതിക്കുള്ളിൽ തന്നെ ജോയിൻ ചെയ്യേണ്ടതാണ്. INC നിലവിലെ നിർദ്ദേശപ്രകാരം നവംബർ 30 പ്രവേശനത്തിനുള്ള അവസാന തീയതി ആയതിനാൽ നവംബർ 30-ന് മുൻപ് പ്രവേശനം നേടാൻ കഴിയുന്നവർക്ക് മാത്രമേ ഈ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. സോ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അപ്ഡേറ്റ് ആണ്. അതായത് നഴ്സിംഗ് അഡ്മിഷനൊക്കെ നവംബർ 30-ാം തീയതിക്കുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളത്. സോ സ്പോട്ട് അലോട്ട്മെന്റിൽ പോകാൻ താല്പര്യപ്പെടുന്നവർ നിങ്ങൾക്ക് നേരത്തെ അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല എങ്കിൽ ടോക്കൺ ഫീസും കൂടെ കരുതുക. പിന്നെ എന്തായാലും ഡോക്യുമെന്റ്സ് കൊണ്ടുപോകേണ്ടതാണ്. എല്ലാവരും ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുക. നാളെ എല്ലാ ഡോക്യുമെന്റ്സും മറക്കാതെ കൊണ്ടുപോകേണ്ടതാണ്. പിന്നെ സീറ്റ് വേക്കൻസിയുടെയൊക്കെ ഡീറ്റെയിൽസ് ഒഫീഷ്യൽ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഏകദേശം 69 സീറ്റ്സ് ആണ് വേക്കൻ്റ് ആയിട്ട് ഉള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും. വേക്കൻസീസ് ഫോർ ദ സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞ് അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് സ്പോട്ട് വേക്കൻസി ഏതൊക്കെ കോളേജസിൽ എവിടെയൊക്കെയാണ് വേക്കൻസീസ് ഉള്ളതെന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ ഓർഡർ പ്രകാരം നവംബർ 30-ാം തീയതിക്കുള്ളിൽ തന്നെ നഴ്സിംഗിന്റെ അലോട്ട്മെന്റ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആവും. ഒരുപക്ഷെ ഇതായിരിക്കും BSc നഴ്സിംഗിന്റെ ഫൈനൽ അലോട്ട്മെന്റ്. സോ എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ അലോട്ട്മെന്റ് ഒന്നും കിട്ടാത്തവർക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്പോട്ടിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സ്പോട്ട് അലോട്ട്മെന്റിന് സാധാ അലോട്ട്മെന്റ് പോലെ നിങ്ങളുടെ റാങ്കിന്റെയും ഇൻഡെക്സിന്റെയും പിന്നെ കാറ്റഗറി റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെയൊക്കെ ബേസിസിലായിരിക്കും അലോട്ട്മെന്റ് കിട്ടുന്നത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പുതിയൊരു അപ്ഡേറ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.